വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 24 അധ്യായത്തിൻ്റെ 35 മുതലുള്ളതായ ഭാഗം, 35 മുതൽ 45 വരെ വായിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരെയും ഓർക്കുവാൻ തക്കവണ്ണം എല്ലാ ദിവസവും നമുക്ക് ഓർക്കാനുള്ള വിശുദ്ധന്മാരുണ്ടെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. ഇന്ന് നമ്മളെ സഹായിക്കാൻ, നമ്മളെ രക്ഷാപൂർത്തിയിലേക്ക് ആനയിക്കുവാൻ എല്ലാ വിശുദ്ധന്മാരോടൊപ്പം നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്ന, ഇന്ന് ഓർക്കാൻ കടപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഫിഡേലീസ് എന്നു പേരുള്ള ഒരു പരിശുദ്ധൻ്റെ ഓർമ്മ ദിവസമാണെന്ന് അദ്ദേഹത്തോടൊപ്പം നമ്മൾ ഈ വേദഭാവം വായിക്കുകയാണ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവനവരോട് നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ദേഹത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്? ഞാൻ തന്നെയാകുന്നുവെന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിയുവീൻ, എന്നെ തൊട്ടു നോക്കുകയും എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ടയും അവനെ കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയുന്നതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അങ്ങനെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ നമ്മുടെ ബുദ്ധിയെ തുറന്നിട്ട് നമ്മുടെ ഓരോ ദിവസവും നടക്കുന്ന സംഭവം ഏത് തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണെന്ന് അറിഞ്ഞാലേ സന്തോഷിക്കാനൊക്കെ ഉള്ളൂ. അത് വിശ്വാസവും പ്രത്യാശ സ്നേഹമായിട്ട് മാറും. നമ്മുടെ ഹൃദയത്തിൽ തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാ പറയട്ടെ ഈ സംഭവം ആ തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്. സന്തോഷിച്ചു യേശു നിന്നിൽ വളരുകയാണ്. അപ്പോൾ യേശുവിനോളം നമ്മൾ വളരണം. നമ്മൾ ജനിച്ചിരിക്കുന്ന യേശു സ്വർഗാരോഹണം ചെയ്താലേ പെന്തക്കോസ്തിയുടെ അനുഭവം നമുക്ക് ഉണ്ടാകുള്ളൂ. അപ്പം യേശുവിനെ വളർത്താനുള്ള ബന്ധപ്പാടാണ്. അപ്പോൾ കന്യാമറിയാം യോസേഫും തിരുവചനപ്രകാരം യേശു കുഞ്ഞിനെ വളർത്തിയതുകൊണ്ടാണ് അവർക്ക് വിശുദ്ധരായി ഇന്ന് വിശുദ്ധരുടെ പദവിയിൽ നിൽക്കാൻ കഴിയുന്നത്. നമ്മളും അതേ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധത്തിൽ ഇനി ഏതെല്ലാം തിരുവെഴുത്ത് നമ്മുടെ അകത്ത് എഴുതാനുണ്ട്, പരിശുദ്ധാത്മാവ പണി ചെയ്യണം. അപ്പോൾ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ ഒരിക്കലും ഇടറുകയില്ലെന്നാണ് ഇന്ന് നമ്മൾ കേട്ട കാര്യം. 2 പത്രോസ് 1:11 പറയട്ടെ, ദൈവരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശിക്കും. ഒന്നും സംഭവിച്ചാൽ ഇടറുകയില്ല. കാരണം അത് ഇന്ന തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്, അത് നടക്കേണ്ടതല്ലേ, നടക്കട്ടെ, നടത്തിയവർക്ക് നന്ദി എന്ന് പറഞ്ഞ് എല്ലാം വിശ്വാസത്തോടെ കണ്ട് യേശുവിനെ പോലെയായി യേശുവിൻ്റെ വേല തേച്ച് കർത്താവിൻ്റെ 2ാമത്തെ വഴിയൊരുക്കുവാൻ നമ്മുടെ ഈ കൂടി ഒരു മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് ഇന്നും വരാഞ്ഞതിൻ്റെ കാര്യം ഏതാണ്ട് പണി ഇനിയും തീരാനുണ്ട്. കർത്താവിന് ഇന്നും വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പണി തീരുണ്ട്. മണവാട്ടിയുടെ വളർച്ച പൂർത്തിയാകണം, രക്ഷാപൂർത്തി പ്രാപിക്കണം, കർത്താവിനെ പോലെയാകണം, വിശുദ്ധിയെ തികയ്ക്കണം. കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ ഈ അവസരത്തിൽ നന്ദി. ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങളെ വിശുദ്ധിയിലേക്ക് ആനയിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാർ കാത്തു നിൽക്കുക. നമ്മളിവിടെ ചെന്നാലേ കല്യാണത്തിന് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ കല്യാണം മുടക്കികളാകരുന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ആരാധന കർത്താവിന് സാദരമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.